ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പോളയുടെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോളയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. മുട്ട വെച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യാറ്. പപ്സിൻ്റെ ടേസ്റ്റിലൊക്കെയാണ് ഈ ഒരു പോള റെസിപ്പി നമ്മളിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റിയാണിത്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിനുള്ള ഫില്ലിങ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഓയിലോ ഏതും നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുരുമുളകൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 2 എണ്ണമൊക്കെ എടുത്താൽ ചിലപ്പോൾ എരിവ് കൂടും, അപ്പോൾ 1 തന്നെ മതിയാവും. അപ്പോൾ അതും ചേർത്തിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ അതും ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് കറിവേപ്പില അതുപോലെ മല്ലിയില ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് അങ്ങിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് എടുക്കേണ്ടത്. കറക്റ്റ് അളവ് ഞാൻ പറയണില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. അപ്പോൾ അത് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ബീഫ് മസാലയോ ഏത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കുരുമുളക് പൊടിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒരു മസാലയ്ക്ക്. അതൊരു 1/2 ടീസ്പൂണ്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചാണ്. ഇത് അത്യാവശ്യം നല്ലൊരു മീഡിയം എരിവുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ചേർത്താൽ തന്നെ. പിന്നെ നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ മസാലയിലും ഉണ്ടാവും എരിവ്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ കോഴിമുട്ട മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഏത് പാനിലാണോ നമ്മൾ റെഡിയാക്കി എടുക്കുക അതിനനുസരിച്ച് വേണം മൈദ എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്കൊരു 1 കപ്പ് ഫുള്ളായിട്ട് പാലൊഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇത്രയും മതി. നമ്മളെടുക്കുന്ന എത്രയായാലും ഇപ്പോൾ 1 കപ്പ് മൈദയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 മുട്ട മതി. ഇപ്പോൾ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 മുട്ട മതി കേട്ടോ. ഇനി ഇതുപോലെ ഒരു സോസ് പാനിലാണ് ഞാൻ അത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്, നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ ഇത് വെക്കുന്നുണ്ട്. അപ്പോൾ 3 മുട്ട ആദ്യം തന്നെ പുഴുങ്ങി വെക്കണം കേട്ടോ. 3 മുട്ട പുഴുങ്ങി വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ 3 മുട്ടയും. അപ്പോൾ നിങ്ങൾക്ക് എത്ര മുട്ട വേണം അതിനനുസരിച്ച് എടുക്കാം. നിങ്ങളുടെ പാനിൻ്റെയൊക്കെ വലുപ്പത്തിനനുസരിച്ചാണ്. അപ്പോൾ ഞാനിതാ ഒരു 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നിരത്തിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ശരിക്കും ഒരു പബ്സിൻ്റെ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുക അതിൻ്റെ ഫില്ലിങ്ങിനൊക്കെ. എന്നിട്ട് ബാക്കിയുള്ള ബാറ്റർ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ഇത് കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എവിടെയെങ്കിലുമൊക്കെ ആവാത്തതൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കട്ടെ. വളരെ പെട്ടെന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഒരു 5-8 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ട് വരും. ഇനി നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇത് സ്പൂൺ വെച്ചിട്ട് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റ് മാക്സിമം പോയാൽ 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 8 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഒട്ടുന്നൊന്നുമില്ല. ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അതൊന്ന് കമിഴ്ത്തി കൊടുക്കുകയാണ്. എന്നിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരും. അടിഭാഗമൊന്നും കരിഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ഒരു 8-10 മാക്സിമം ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കന്നെ ഈ സംഭവം റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. പോള വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പോള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതാ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം.
ഇതിനുള്ളിലെ ഫില്ലിങ്ങിന് നമ്മൾ എഗ്ഗിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഫില്ലിങ് റെഡിയാക്കി എടുക്കുമ്പോൾ ചിക്കൻ നമ്മൾ പിച്ചിട്ട് കൊടുക്കൂലേ, അതുപോലെയൊക്കെ ചെയ്തിട്ടൊക്കെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ എഗ്ഗ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പോള ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനിതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ സ്ക്വയർ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഹാർഡായി പോവൊന്നുമില്ല. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടും. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്